വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെ കുട്ടികളെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ പല സ്കൂളുകളിലും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടികൾ നടന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. അധ്യാപക സംഘടനകളുമായുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയിലാണ് മന്ത്രിയുടെ നിർദ്ദേശം ഉയർന്നിരിക്കുന്നത്. ഹാൻസ് ജോൺ ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഹാൻസ്, വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യങ്ങളിൽ ഇടപെട്ട് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്? സംഗീത, കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കുന്ന ഒരു രീതി തുടരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം പല സ്കൂളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കർശന നിർദ്ദേശവുമായി മന്ത്രി വി ശിവൻകുട്ടി തന്നെ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ വെച്ച് അധ്യാപക സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിനിടയിലാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം മന്ത്രി നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെ യാതൊരുവിധ പരിപാടികളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ യോഗത്തിൽ മറ്റ് വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും സ്കൂൾ സമയമാറ്റം, ഉച്ചഭക്ഷണത്തിന്റെ കാര്യം, അതിനോടൊപ്പം തന്നെ കായിക അധ്യാപകരുടെ പ്രശ്നം, പ്രധാനമായും സൂംബ അടക്കമുള്ള വിഷയങ്ങളാണ് ചർച്ചയായത്. പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് സൂംബയും സമയമാറ്റ വിഷയങ്ങളും ചില അഭിപ്രായങ്ങൾ അധ്യാപക സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ് എല്ലാ കാര്യവും. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള സൂചന കൂടിയാണ് മന്ത്രി നൽകിയത്. കൂടാതെ ഈ യോഗത്തിൽ വിദ്യാഭ്യാസ കലണ്ടറും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംഗീത. ശരി ഹാൻസ്, തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തിച്ചത്.